കുറച്ച് ദിവസത്തെ ഈ മഴ നിന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഫുൾ ചളിവെള്ളമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റ് കാണിച്ചു തരാം. ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിൻ്റെ അപ്പുറം മാത്രമാണ് പുഴ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ പോസ്റ്റും കവിഞ്ഞു, അവിടെ നല്ല ഒഴുക്കുണ്ട്. സീനായിരിക്കണം ഗൈസ്. ഒഴുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് നല്ല ഒഴുക്കുണ്ട്. അവിടെ നമ്മുടെ പുഴൻ്റെ അവിടെ നല്ല ഒഴുക്കുണ്ട്. അവിടെ ഇപ്പോൾ ഒരൊറ്റ മഴ, ഇന്നലെ രാത്രി ഫുള്ള് പെയ്ത മഴയിലാണ് ഇപ്പോൾ ഇത്രയും നനഞ്ഞിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഇന്നും മഴ പെയ്തു, ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇപ്പോൾ ഈ രാവിലെ മുതൽ നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ടെറഫാണ് ഈ സൈഡിൽ കാണുന്നത്. ഇത് ടെറഫാണ് അവിടുത്തെ. അതൊക്കെ ഫുള്ള് വെള്ളമൊക്കെ കയറി. അതില് വെള്ളം പോകുന്നത് വളരെ സ്പീഡിലുമാണ്, അതുപോലെ നല്ല നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ഏന്തി വരുന്ന വെള്ളമില്ലേ, ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഒഴുക്കുണ്ട് കണ്ടോ. വെള്ളം പൊള്ളിച്ചാടി പോണ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ കുറച്ച് വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറെ വീടുകളിലേക്ക് പടി കടന്നു വെള്ളം, സ്റ്റെപ്പൊക്കെ എത്തി, കുറെ അവിടെ റൂമൊക്കെ എത്തി. ചില റോഡുകളൊക്കെ ബ്ലോക്കായി, മൊത്തത്തിലാകെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായി പെട്ടുപോകും. അതെ. നമ്മുടെ വീട്ടിലെ ബാക്കിലുള്ളത് ഇതൊന്നും ശരിക്കും ഒരു വെള്ളമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പുറത്ത് അതിന്റെ ബാക്കിലുള്ളത് അത്ര ആ ടെറഫും അവിടേക്കുള്ള ആ വെള്ളമൊക്കെ ഭയങ്കര സീനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ 2018 എവിടം വരെയാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെയാണ് നമുക്ക് കഴിഞ്ഞ തവണ വെള്ളം കയറിയിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഒരൊറ്റ മഴയിൽ അവിടം വരെ എത്തി. അപ്പോൾ നമുക്ക് ഇന്നും മഴ തുടരുകയാണ്, നാളെയും മഴയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് അത്ര എന്താ പറയുക, ഒഴുകി വന്ന വെള്ളമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരുപാട് മെല്ലെ കയറി വരുള്ളൂ. അത്ര ഒഴുക്ക് അവിടെ കാണുന്ന ആ ഒഴുക്ക് ഇവിടെ ഇല്ല. നമ്മുടെ ഇപ്പുറത്ത് പറഞ്ഞാൽ അതാ വാട്ടർ ടാങ്കാണ്. അവിടുത്തെ ആൾക്കാർ പിള്ളേരൊക്കെ വന്ന് നോക്കുകയാണ് വെള്ളം എത്ര ആയി എന്നൊക്കെയുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴൻ്റെ വേറെ അറ്റം എന്ന് പറഞ്ഞ് വേറൊരു സൈഡുണ്ട്. ഈ പുഴൻ്റെ ഈ അറ്റത്ത് അവിടെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വഴി ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വെള്ളമാണ്. അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെയുള്ള വീടുകളിലൊക്കെ പടി വരെ എത്തി വെള്ളം. അവിടെയുള്ള സാധനങ്ങളൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇഷ്യൂ. എവിടെയാണ് നമ്മുടെ ഗേറ്റ് വന്നിട്ടുള്ളത്? ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പുഴൻ്റെ മറ്റേ സൈഡിലോട്ട് കുറേ വീടുകൾ വെള്ളം കയറി എന്നുള്ളത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നോക്കി നടക്കുക കേട്ടോ. സ്ട്രോങ് ആയി കാലം ഉറപ്പിച്ച് വെച്ച് നടക്കുക. അയ്യോ വൈകി മെല്ലെ നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വന്നാണ്. ഇപ്പം കേൾക്കുക പിന്നെ വഴക്കണ്ട. ഉള്ളിൽ കയറാനായിട്ട് അവന്റെ ഉള്ളിൽ കയറാനായി. ഇല്ല പോണില്ല, അങ്ങോട്ട് പോകണം. അങ്ങോട്ട് തന്നെ അതെ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ വീട് പോലെ തന്നെ വേറെ കുറച്ച് വീടുകൾ കൂടിയിട്ട് ഇങ്ങനെ വെള്ളം കയറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇന്നലത്തെ വിഷ്വൽസാണ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് മഴ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇന്നലെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോണ സമയത്ത് മുതിർന്ന ആൾക്കാരുമായിട്ട് മാത്രം പോകാൻ നോക്കുക. കാരണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞവർക്ക് അറിയില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഒക്കെ കൂടിയിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒഴുക്കിൽ പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പോൾ പല ജില്ലകളിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ പല ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഈ തേങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടി പോയി, അങ്ങനെ പലതും ഒഴുകി പോകുന്നുണ്ടാവും. അതൊന്നും പെറുക്കാൻ പോകരുത്. സമാധാനമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ വീടിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ഇത് പാടമാണ് കേട്ടോ. പാടത്തിലാണ് ഇങ്ങനെ ഫുൾ വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ കയറി വന്നേക്കുവാണ്. അപ്പം നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നോക്കിയിട്ട് വന്നിട്ട് നേരെ ഇതേ വീട്ടിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ 2018 സമയത്തൊക്കെ വെള്ളം കുറച്ചുകൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ ദൈവം സഹായിച്ച് ഒരു മഴയിൽ കുറച്ച് വെള്ളം കയറിയെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് മഴയില്ല. ഇന്നലെ ഉച്ച മുതൽ മഴ നിന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളമെല്ലാം താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള പാറ്റൽ മഴയൊക്കെ ഉള്ളൂ, അത് വലിയ പ്രശ്നമായിട്ടില്ല. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ. ടാറ്റാ.